ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് സാബുദാന ഹൽവ അല്ലെങ്കിൽ ചൗരി ഹൽവ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സാബുദാന ഹൽവ ഉണ്ടാക്കാനായിട്ട് ഇത് സാബുദാന അല്ലെങ്കിൽ ചൗരി ഞാൻ 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി കഴുകി എടുത്തു വച്ചിരിക്കുന്നതാണ്. ഇതിനായിട്ട് നമുക്ക് 1/4 കിലോ ശർക്കര 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ ചവരി മിക്സിയിൽ അരച്ചെടുക്കാം. ഇത് അരയാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി. 1 കപ്പോ 1.5 കപ്പോ വെള്ളം ഒഴിച്ചിട്ട് ഇത് പ്യൂരയാക്കി എടുക്കാം. സാബുദാന അരച്ചെടുത്തു. നമ്മുടെ ശർക്കര നമ്മൾ ഉരുക്കിയെടുത്തു. ഇനി നമുക്ക് ഈ പാനിൽ 2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കാഷ്യൂനട്ട് വറുത്തെടുക്കാം. കാഷ്യൂനട്ട് ബ്രൗൺ കളറായി. ഇനി നമുക്ക് അടുപ്പത്തുനിന്ന് കോരിയെടുക്കാം. ഇനി ഈ സെയിം പാനിൽ നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന ചവരി ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വരട്ടിയെടുക്കാം. അത് ചെറുതായിട്ടൊന്ന് വരണ്ട് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ശർക്കരയും കുറച്ച് നെയ്യും കൂടെ ഇട്ട് നന്നായി വരട്ടിയെടുക്കാം ചെറുതീയിൽ. ഇത് ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടി പിടിക്കും. ഈ ചവരി ഒരുവിധം തിക്കായി. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വച്ചിരിക്കുന്ന ശർക്കര ഇട്ട് കൊടുത്ത് നന്നായി വരട്ടിയെടുക്കാം. ഇനി ഇത് ചെറു തീയിൽ നിർത്താതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് അടി പിടിക്കും. ഇതിലേക്ക് ഇനി നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇത് വെള്ളമെല്ലാം പറ്റി ഹലുവ പരുവത്തിന് വന്നെങ്കിൽ ഏകദേശം 1/2 മണിക്കൂർ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കേണ്ട വരും ചെറു തീയിൽ. ഇനി 1 ടീസ്പൂണും കൂടെ നെയ്യിട്ട് കൊടുക്കുക. ഏകദേശം 50 ഗ്രാം നെയ്യിൻ്റെ ആവശ്യമുണ്ട് ഇത് ഉണ്ടാക്കാനായിട്ട്. ഇതിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് 2 ടീസ്പൂൺ നെയ്യ് വെച്ച് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് ഏകദേശം 15 മിനിറ്റായി ഒരുവിധം തിക്കായിക്കൊണ്ടിരിക്കുന്നു. ഇതിലേക്ക് ഇനിയും 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി തിക്കായി കിട്ടുന്നവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതിലേക്ക് ഇനി 1 പിഞ്ച് കുങ്കുമപ്പൂ, അതായത് സാഫ്രോൺ ഇട്ട് കൊടുക്കാം. കുങ്കുമപ്പൂ ഇടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. കുങ്കുമപ്പൂ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഹലുവയ്ക്ക് കുറച്ചും കൂടി കളറും കിട്ടും, കുറച്ചും കൂടി നല്ല ടേസ്റ്റും കിട്ടും. ഇനിയും നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന കശുവണ്ടി ഇട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് നന്നായി കുറുകിക്കൊണ്ടിരിക്കുന്നു. പാത്രത്തിൽ നിന്നെല്ലാം വിട്ട് വരാൻ തുടങ്ങി. ഇതിനകത്ത് ഏകദേശം 50 ഗ്രാം നെയ്യ്, അതായത് 1/4 കപ്പ് നെയ്യ് പല തവണകളായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെ കളറെല്ലാം മാറി നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 ടീസ്പൂണും കൂടി നെയ്യ് ഇട്ട് കൊടുത്ത് കുറച്ചും കൂടി വരട്ടിയെടുക്കാം. നമ്മുടെ ഹലുവ റെഡിയായി. ഇത് കണ്ടോ, പാത്രത്തിൽ നിന്നെല്ലാം ഇളകി വന്ന് ഇത് നന്നായിട്ട് റോളായിട്ട് വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങി വേറെ പാത്രത്തിലോട്ട് മാറ്റാം. ഞാൻ ഹലുവ ഈ പാത്രത്തിലോട്ട് മാറ്റി. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് 2 മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ പീസുകളായി കട്ട് ചെയ്ത് കഴിക്കാം. 2 മണിക്കൂർ കഴിഞ്ഞു. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന സാബുദാന ഹൽവ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് കണ്ടോ, നന്നായി വന്നിട്ടുണ്ട്. നന്നായിട്ട് സെറ്റിലായി കിട്ടി. ഇനി ഇതെങ്ങനെയുണ്ടെന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നന്നായി സോഫ്റ്റായി നല്ല രുചിക്ക് വന്നിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് ഡിഷാണ്. only 3 ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ, അതായത് സാബുദാന, ശർക്കര, നെയ്യ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.